അഫാനെ ചോദിക്കുകയും ചെയ്തു. കൊച്ചുമോന, മാമച്ചി മോനഞ്ഞ് കൊണ്ടുവരണം, രണ്ടാമത്തെ കുട്ടി മോനഞ്ഞ് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം ക്ഷമി എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരണം ഡോക്ടർ നിൽക്കേ. അവൾ അങ്ങനെ കുറച്ച് അവളെ കൊണ്ട് പറയുന്ന രീതിക്ക് ശ്വാസം എടുത്ത് പറയുന്നുണ്ട്. വ്യക്തമായി അത് കുറച്ച് അറിയാം. ഇങ്ങനെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാണണം, അവൻ എന്തെങ്കിലും ഉണ്ടോ, മുറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു. ക്ഷമി അറിഞ്ഞിരിക്കണം. അഫാനെ പറ്റി ഒന്നും ചോദിച്ചില്ല. കൊച്ചിനെ കാണണം എന്നുള്ളതിലാണ്. ഞാനോ? ഞാൻ 1.5 വർഷം മുമ്പ് ഈ വീട്ടിൽ എന്ത് കാര്യത്തിനും എന്നെയാണ് അവൾ വിളിക്കാറുള്ളത്, മാമ എന്ന നിലയിൽ. അവൾക്ക് RCC ട്രീറ്റ്മെൻറ്റിന് പോണതിൻ്റെ അന്നും വെഞ്ഞാറമൂട്ടിൽ അവളെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ RCC പോകേണ്ട കാര്യമാണെന്ന് പറയുമ്പോഴും എന്നെയാണ് വിളിച്ചിട്ട് മാമച്ചിയെ ലാബിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ RCCയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഡോക്ടറെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രവർത്തനം എന്നല്ല, അന്ന് ഞാൻ തലേക്ക് വീഴ്ച കൂടെ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വരെ അതായിരുന്നു. അങ്ങനെ ഒരു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നടന്ന് അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഞാനായിരുന്നു. 1.5 വർഷത്തിന് ശേഷം ഇവൻ വലുതായി +2 ആയപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. വലുതായല്ലോ, അതിലേക്ക് വരുന്നില്ല. അവർക്ക് വലിയ വിഷയങ്ങൾ. പിന്നെ ഇടയ്ക്ക് 2 വർഷം മുമ്പ് ഗൾഫിൽ അവൻ കൊണ്ടുപോയി, എല്ലാവരെയും കൊണ്ടുപോയി തിരിച്ചു വന്നു. ഒരു 10 മാസത്തോളം അവിടെ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്തു. അവന്റെ സഹായമാണല്ലോ, വേറെ ആരെയും സഹായമില്ലല്ലോ. ഇവര് ഒന്നുമില്ലാത്ത ഒരു 50 രൂപയ്ക്കുള്ള സാധനം എടുത്ത് കഴിക്കാൻ പോലും ഇല്ലാത്ത ഈ കുടുംബത്തുള്ളതാണ് ഇവർ രണ്ടുപേരും. റഹീമും അതേപോലെയാണ്. ഇന്ന് റഹീമിന്റെ വീട്ടിൽ പോയാൽ ചാണാമൊഴിയ വീടാണ്. ഞാൻ ഇവളായിട്ട് പോകും, അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. അമ്മയുടെ ഇവിടെ, അമ്മ ഒറ്റയ്ക്ക് കിടക്കും. ഇവിടെ തന്നെ ഈ വീട് പാലുകാച്ചിൻ്റെ അന്ന് അമ്മയ്ക്ക് അങ്ങ് പോകണം, ഇവിടെ എങ്ങും കിടക്കൂല. എല്ലാ മക്കൾ 11 മക്കളാണ്ട് ഉണ്ട്, ആണും പെണ്ണുമായിട്ട്. ചുറ്റളവിൽ തന്നെ 2-3 പേരുണ്ട്. പക്ഷേ ചാണമൊഴിയ വീടാണ്, പഴയ വീടാണ്. അത് നിർത്തിക്കൊണ്ട് ഇപ്പം അടുത്ത് ഇവർക്ക് വേണ്ടി ഒരു വീട് മക്കൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ എവിടെ കിടക്കുന്നത്? സമ്പാദിച്ച അവൻ്റെ പൈസ, അവൻ്റെ വരുമാനമാണ്, വേറെ ആരെ വരുമാനമല്ല. എന്താ പ്രണയം ബന്ധമുണ്ടെന്ന് റഹീമിന് അറിയാമോ എന്നുള്ള അറിയില്ലല്ലോ. അല്ല, അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ കാണുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് മുഖം മറച്ചതാണ്. കാരണം എനിക്ക് അവൻ അങ്ങനെ ഒരു ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചു. പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ്. പക്ഷേ ഹെൽമെറ്റ്, 2 പേർക്ക് ഹെൽമെറ്റ് ഇല്ല. അപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെന്ന് വൈഫിനോട് പറയുകയും ചെയ്തു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പോകണമെന്ന് പറഞ്ഞു. പിള്ളേരല്ലേ എന്ന് പറഞ്ഞു. മുമ്പ് വീട്ടിൽ വെച്ച് എലി വിഷം കഴിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന് എലിയൊക്കെ വയ്ക്കാൻ വെച്ചിരുന്ന അന്ന് മെഡിക്കൽ കോളേജിൽ ഞാനുണ്ടായിരുന്നു. അല്ല, അങ്ങനെ അന്ന് മൊബൈലിൻ്റെ ഇത് 3 മൊബൈൽ ഇത് ആയില്ല. 6-ലോ 7-ലോ പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ എന്തോ പറഞ്ഞത്, അതിനെടുത്ത് കഴിച്ചു, ഇത്രേ ഉള്ളൂ. ഇല്ല, ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ അറിവില്ല. ഞാൻ എൻ്റെ ആരും പറഞ്ഞിട്ടില്ല. സംഭവിച്ചത് കുടുംബ സംബന്ധിക്കുന്നത് 4 പേരെ ഒരുമിച്ച് ഒരു ജമാഅത്ത്, പാങ്ങോട് ജമാഅത്തിലാണെന്നാണ് എല്ലാവരും തീരുമാനിച്ചത്. പൊതുദർശൻ മോനെ ഇവിടെ കൊണ്ടുവരും, അതേ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ജംഗ്ഷനിൽ ആ കടയുടെ മുന്നിൽ ഒരു താർപ്പ കെട്ടിയിട്ട് കുറച്ച് നാട്ടുകാർക്ക് കാണാൻ വേണ്ടി വെക്കാൻ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. സ്കൂളിൽ വെക്കണ്ടെന്ന് വിചാരിച്ചു. ആശുപത്രി പോയിട്ട് എല്ലാരെയും കണ്ടു. പെൺകുട്ടിക്ക് ഇവിടെയാണ് ഒരു വലിയൊരു മുറിവ്. ആ ചുറ്റലിൻ്റെ എത്ര വലിപ്പമുള്ള ചുറ്റലാണോ ആ വലിപ്പം തന്നെയാണ് ഉള്ളിലോട്ടുള്ളത്. ഷെമിയോട് സംസാരിച്ചെന്നാണ്